ഇപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇസ്രായേൽ വേഴ്സസ് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ പാലസ്തീനിലുള്ള ഇന്നസെന്റ് ആയ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഇന്ത്യൻ വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ കമ്പനീസുമാണ് ഇന്ത്യൻ വെപ്പൺസ് അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ഗവൺമെന്റിനെതിരെയും അതുപോലെ തന്നെ ഈ വെപ്പൺസ് എല്ലാം കയറ്റി അയക്കുന്ന ആ ഒരു കമ്പനി, മെയിനായിട്ടും അതായത് ടാറ്റ ഗ്രൂപ്പ്സും അദാനി ഗ്രൂപ്പ്സുമാണ് ഈ വെപ്പൺസ് കയറ്റി അയക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ഗ്രൂപ്പ്സിനെതിരെയും ഒരു വിലക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഈ വെപ്പൺസ് കാരണം കുറെ ഇന്നസെന്റ് ആയ ജനങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്, അതായത് ഇന്ത്യൻ സുപ്രീം കോടതിക്ക് ഈ പവർ ഉണ്ടോ, അതായത് ഇന്ത്യൻ ഗവൺമെന്റിനോടും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനികളോടും ഇങ്ങനെ കയറ്റി അയക്കാൻ പാടില്ല എന്ന് പറയാനുള്ള പവർ ഉണ്ടോ. രണ്ടാമത്തെ കാര്യം, അതായത് ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ വെപ്പൺസ് തന്നെയാണോ ഉപയോഗിക്കുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഇപ്പൊ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ ഇസ്രായേലിന് വെപ്പൺ അയക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം തന്നെ ഇസ്രായേൽ വേഴ്സസ് ഇന്ത്യ എന്ന് പറയുന്ന ഇവരുടെ റിലേഷൻ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്ന ആ ഒരു സമയത്ത് ഇസ്രായേലിന് എതിരായിട്ടും അതുപോലെ തന്നെ പാലസ്തീനെ അനുകൂലിച്ചാണ് അന്ന് UN ജനറൽ അസംബ്ലി പോലും നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു വോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടിന് നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി മാറിപ്പോയെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1948 ഇസ്രായേൽ രൂപീകരിക്കുമ്പോൾ നമ്മൾ പാലസ്തീനെ അനുകൂലിച്ചെങ്കിലും 1950കളിൽ നമ്മൾ ചെറുതായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യും. പിന്നീട് 1953 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഒരു കോൺസുലേറ്റ് ഇന്ത്യയുടെ മുംബൈ എന്ന് പറയുന്ന അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അനുവാദമെല്ലാം കൊടുത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1962 ഇൻഡോ ചൈന വാർ വരുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ അതായത് അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ തന്നെയാണ് മര്യാദയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുമ്പോൾ ആ ഒരു സമയത്ത് പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു നോൺ മുസ്ലിം രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. പക്ഷെ ആ ഒരു യുദ്ധത്തിൽ ഇവർ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവര് ഇന്ത്യക്ക് അനുകൂലമായി ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കൊടുത്തിരുന്നില്ല. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ ചെയ്തതെന്ന് വെച്ചാൽ, അത് ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അന്ന് ഇന്ത്യൻ ഗവൺമെന്റിന് ഓഫർ ചെയ്യുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1971 ഇൻഡോ പാക് വാർ വരുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധ സമയത്തും അതായത് വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ പാകിസ്ഥാനെ അനുകൂലിച്ചു. ഈവൻ അമേരിക്ക പോലും പാകിസ്ഥാനാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്തും അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെയാണ് ഇൻഡയറക്റ്റ് ആയി സപ്പോർട്ട് ചെയ്തത്. ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇന്ത്യക്ക് ഒരു അറബ് രാജ്യം പോലും സപ്പോർട്ട് അറിയിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ ഒരു സമയത്തും ഇന്ത്യക്ക് അനുകൂലിച്ച് വെപ്പൺസ് എല്ലാം തന്നെ അയച്ചത് ഇതേ ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അമേരിക്ക അതായത് ഇസ്രായേൽ കർശന നിയന്ത്രണം തന്നെ പറഞ്ഞിരുന്നു. അതായത് നീ ഇന്ത്യക്ക് വെപ്പൺസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻ തന്നെ വേസ്റ്റ് ആവും, അതുകൊണ്ട് തന്നെ ഇനി ഒരു വെപ്പൺസ് പോലും അയക്കരുതെന്ന്. പക്ഷെ ഇതിനെല്ലാം എതിർത്താണ് അന്ന് ഇസ്രായേൽ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1977 ആയി കഴിഞ്ഞപ്പോൾ തന്നെ മെല്ലെ ഇന്ത്യക്കും അതായത് ഇസ്രായേലുമായിട്ട് ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ വരികയും അങ്ങനെ മെല്ലെ മെല്ലെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1992 ഇസ്രായേലിന്റെ ഒരു എംബസി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം വലിയൊരു വിജയമായി കരുതിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു എംബസി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതിനും തുല്യമാണ് ഒരു എംബസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് 1992 ഇന്ത്യയിൽ ഇസ്രായേലിന്റെ എംബസി ഓപ്പൺ ആക്കുന്നത്. പിന്നീട് 1997 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലിന്റെ അപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേലിൽ നിന്ന് ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ത്യയിലോട്ട് വരുന്നതും. പിന്നീട് 1998 അതായത് ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അമേരിക്ക, UK, ബ്രിട്ടൻ അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കെതിരെയായിട്ട് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. പക്ഷെ ആ ഒരു സമയത്തും ഈ അറബ് രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലിച്ചോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തോ ഒന്നും തന്നെ ചെയ്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വെസ്റ്റേൺ കൺട്രി എല്ലാം തന്നെ ഇസ്രായേലിനോട് നല്ല പ്രഷറൈസ് ചെയ്തു, അതായത് ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യണമെന്ന്. പക്ഷെ ആ ഒരു സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരായിട്ട് ഒരു സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത പല രാജ്യങ്ങളും ആ ഒരു വട്ടം ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. അതിനുശേഷം പിന്നീട് 1999 കാർഗിൽ യുദ്ധം വരുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധ സമയത്ത് അതായത് പല രാജ്യങ്ങളും ഇന്ത്യക്ക് എതിരായിട്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ്റെ അടുത്ത് നമ്മൾ GPS ടെക്നോളജി ആവശ്യപ്പെട്ടു, അവരും ഇന്ത്യക്ക് അപ്പോൾ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഈ ഒരു സമയത്തും ഇന്ത്യ തോൽക്കും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ സോൾജേഴ്സ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ചെയ്ത് കാർഗിൽ ഏകദേശം അറ്റാക്ക് ചെയ്ത് അവരുടെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇന്ത്യ ആദ്യമായിട്ട് ഇസ്രായേലിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അതായത് ഈ ഒരു യുദ്ധത്തിൽ ഞങ്ങൾക്ക് വെപ്പൺസ് തന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന്.
അപ്പോൾ അതുവരെ നമ്മൾ ഇന്ത്യ ഇസ്രായേൽ എന്ന് പറയുന്ന ഇവരുടെ റിലേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പുരോഗമനവും ഇല്ലായിരുന്നു. 1992 ഒരു എംബസി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അംഗീകാരവും കൊടുത്തു. അതുപോലെ തന്നെ 97 അവരുടെ പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വന്നു. ഇതല്ലാണ്ട് വേറെ ഒരു പുരോഗമനവും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടിയ എല്ലാവിധ സഹായങ്ങളും വെപ്പൺസും GPS ടെക്നോളജിയും അതുപോലെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം അതായത് ഇസ്രായേലിന്റെ മൊസാദ് അടക്കം കളക്ട് ചെയ്ത് അത് ഇന്ത്യക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ആ കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റിയത് എന്നതാണ് സത്യം. 2000 ആയി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ ഇന്ത്യൻ ഹോം മിനിസ്റ്ററായ അപ്പോൾ BJP ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ഹോം മിനിസ്റ്ററായ LK അദ്വാനി ആദ്യമായിട്ട് ഇസ്രായേലിനെ സന്ദർശിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആദ്യമായിട്ട് ഇന്ത്യൻ ഹോം മിനിസ്റ്റർ അതായത് ഇസ്രായേൽ മണ്ണിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ 2000 ഇങ്ങനെ ഒരു റിലേഷൻ വന്നതിന് ശേഷം 2003 ആയി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴത്തെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററും കൂടെ ഇസ്രായേലിലോട്ട് ഡയറക്റ്റ് ആയി പോയി. അപ്പോൾ ഇതും ഇസ്രായേൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ ഇച്ചിരി കൂടെ സ്ട്രോങ് ആക്കാൻ സഹായിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുംബൈ താജ് അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അറ്റാക്കിൽ എങ്ങാനും ഇന്ത്യന്റെ ഒപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിച്ചോ. പക്ഷെ ആരും തന്നെ പാകിസ്ഥാന് എതിരെ ഒരു നീക്കം പോലും ചെയ്തില്ല. പക്ഷെ ആ ഒരു അറ്റാക്കിൽ അതായത് ഇവരിൽ നിന്ന് എസ്കേപ്പ് ആവാനും അതുപോലെ തന്നെ പല വെപ്പൺസും ഈവൻ അവരുടെ ടീമിനെ അടക്കം ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിലോട്ട് അയച്ചു. ഇതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് വലിയൊരു പ്രയോജനമായി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 ആയി കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഡയറക്റ്റ് ആയി ഇസ്രായേലിലോട്ട് പോകുന്നത്. ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിലും ഇസ്രായേൽ ഹിസ്റ്ററിയിലും ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഇസ്രായേൽ മണ്ണിലോട്ട് പോകുന്നത്, അതായത് പ്രണബ് മുഖർജി. അതിനുശേഷം 2017 നമ്മുടെ പ്രൈം മിനിസ്റ്ററായ മോഡിയും അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ്. പിന്നീട് 2018 ആയപ്പോൾ നെതന്യാഹു ഇന്ത്യയിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇതും ഹിസ്റ്ററി മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യ വേഴ്സസ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ മേലെ മേലെ ബിൽഡ് ആയത്. അപ്പോൾ നമ്മൾ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പണ്ട് തൊട്ടേ നമ്മളെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരിക്കൽ പോലും നമുക്ക് എതിരെ ഒരു തീരുമാനം പോലും അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധ സമയത്ത് ഇന്ത്യ ഇസ്രായേലിനെ അനുകൂലിച്ച് ഈ വെപ്പൺസ് എല്ലാം തന്നെ കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് പ്രധാനമായിട്ടും ഈ ചോദ്യം വരുന്നത്. അതായത് ഇപ്പോൾ സുപ്രീം കോടതി ഇന്ത്യൻ ഗവൺമെന്റിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനം അതായത് ഇന്ത്യൻ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതായത് പ്രധാനമായിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ഏത് രാജ്യത്തോട്ട് വെപ്പൺസ് അയക്കണം, അതുപോലെ തന്നെ അവരുമായിട്ട് എങ്ങനെ റിലേഷൻ വെക്കണം എന്ന്. അല്ലാണ്ട് ഇന്ത്യൻ സുപ്രീം കോടതിയാണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ അതായത് ഇങ്ങനെ ഒരു ക്യാബിനറ്റിനെയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിനെയും സെലക്ട് ചെയ്യുന്നത്? അതായത് ഈ MP-നെയും MLA-നെയും എല്ലാം സെലക്ട് ചെയ്യുന്നത് ഈ റിലേഷനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനാണ്. അതായത് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേസസും മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനാണ്. അല്ലാണ്ട് ഈ ഒരു റിലേഷൻഷിപ്പും അതായത് ഇപ്പോൾ ഫോറിൻ മിനിസ്റ്റർ തീരുമാനിക്കാനെ അങ്ങോട്ട് വെപ്പൺസ് അയക്കണം എന്നുള്ളതൊക്കെ തന്നെ ഫോറിൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ഓരോ ഗവൺമെന്റുമാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് സുപ്രീം കോടതിയല്ല. അത് മാത്രമല്ല മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അതായത് ഇന്ത്യൻ വെപ്പൺസ് കയറ്റി അയക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ യുദ്ധ സമയത്തൊക്കെയോ നമ്മുടെ വെപ്പൺസിന്റെ അക്യൂറസി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ അതായത് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വെപ്പൺസിനെ ബിലീവ് ചെയ്ത് അവർ വാങ്ങാൻ തുടങ്ങും. ഇതുകൊണ്ട് ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ടിന് ഇത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലോട്ട് നമ്മൾ കയറ്റി അയക്കുമ്പോൾ നമുക്ക് പൈസയും കിട്ടും, നമ്മുടെ ഡിഫൻസ് ഇതുകൊണ്ട് വളരാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോറക്സിലെല്ലാം നല്ല രീതിയിലുള്ള ഗ്രോത്തും ഉണ്ടാവും. അപ്പോൾ ഇത് ഇന്ത്യ അയച്ചില്ല എന്ന് വെച്ച് ഇസ്രായേൽ എന്തായാലും യുദ്ധം നിർത്താനൊന്നും പോകില്ല. കാരണം അമേരിക്ക പറഞ്ഞിട്ട് കേൾക്കാത്ത ഇസ്രായേൽ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുമോ? അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഇത് കയറ്റി അയക്കൽ നിർത്തും എന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണെങ്കിലും അത് ഇന്ത്യൻ ഗ്രോത്തിന് നല്ലത് തന്നെയാണ് ഈ വെപ്പൺസ് എല്ലാം കയറ്റി അയക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടും ഇന്ത്യയുടെ ഒരു നല്ലൊരു ഗ്രോത്ത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.